ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ലേറ്റായി പോയി. കുറച്ചധികം തന്നെ ലേറ്റായി പോയിന്. ഇപ്പം ഏകദേശം 1 month ആയി സ്കൂൾ തുറന്നിട്ട്. സ്കൂൾ തുറക്കുന്ന സമയത്ത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ച വീഡിയോ ഇത്. എന്ത് ചെയ്യാനാ, അതിൻ്റെ ഇടയിൽ ഓരോരോ കാര്യങ്ങൾ കയറി വരും. അപ്പോൾ ഇതവിടെ വെച്ചിട്ട് അത് അപ്ലോഡ് ചെയ്യും. എന്തായാലും വേണ്ടിയില്ല, ഇന്ന് ഞാൻ ഈ വീഡിയോ എന്തായാലും അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തില്ലല്ലോ, ഇത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചു കണ്ട് ഞാൻ അതും ആലോചിച്ച് അങ്ങനെ ഇരിക്കും. ഇതിപ്പോൾ ഞാൻ കുറച്ച് നെയിം സ്ലിപ്സ് പ്രിൻ്റ് എടുത്തുകാണ്ട് ഓരോ പുസ്തകത്തിന്മേലൊക്കെ ഒട്ടിച്ചു കൊടുക്കുന്ന വീഡിയോ ആണ്. ഇലൂന് ഓളെ ഫോട്ടോ വെച്ചിട്ടുള്ളത് മതി എന്ന് പറഞ്ഞതുകൊണ്ട് ഓക്ക് ആ രീതിയിൽ വെച്ച് കൊടുത്ത്, അമ്മിമോൻക്കും ആദിക്കും മെസ്സിൻ്റെയും റൊണാൾഡോൻ്റെയും ഒക്കെ ഫോട്ടോ വെച്ചിട്ടാണ് വേണ്ടിയത്. അപ്പോൾ പിന്നെ ഓൾക്ക് രണ്ടാക്കും ആ ഒരു ടൈപ്പിലുള്ളതാണ് പ്രിൻ്റ് എടുത്ത് കൊടുത്തത്. പിന്നെ ഇവരെ പുസ്തകം ഞാൻ പൊതിഞ്ഞു കൊടുക്കലില്ല കേട്ടോ. അതിൻ്റെ ആവശ്യമില്ല, അങ്ങനെ കേട് വരലൊന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ സ്കൂളിൻ്റെ നെയിം, ഈ പുസ്തകത്തിൻ്റെ ചട്ടമ്മൽ സ്കൂളിൻ്റെ നെയിം ഉണ്ട്. അപ്പോൾ പിന്നെ അതൊക്കെ അവിടെ അങ്ങനെ നിന്നോട്ടെ, പൊതിഞ്ഞാൽ അതൊക്കെ പോവുമല്ലോ. അപ്പോൾ പിന്നെ ഞാൻ പൊതിയലില്ല. പിന്നെ ഇതിൻ്റെ മുന്നേ തന്നെ നെയിം എഴുതാനുള്ളൊരു സ്ഥലമുണ്ട്, അതിൻ്റെ മേലായിട്ടാണ് ഞാൻ ഒട്ടിച്ചു കൊടുത്തത്. ഇനിയിപ്പം ഇത് വേറൊരു ദിവസത്തേതാണ്. ഇത് ഇവർ സ്കൂളിൽ പോണ ഒരു ഡേ ആണ്. ഇന്ന് ഞാൻ ഓൾക്ക് പാസ്ത ആണ് ഉണ്ടാക്കി കൊടുക്കണത്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും പാസ്ത തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ പാസ്ത എങ്ങനെ ഉണ്ടാക്കണത് എന്നുള്ള ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പ്രത്യേകിച്ചൊരു റെസിപ്പി ഒന്നുമില്ല, ഞാൻ എൻ്റെതായിട്ടുള്ളൊരു സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത്. ഇൻഗ്രീഡിയൻസ് ഒക്കെ എനിക്ക് തോന്നിയ പോലെ ഞാൻ ആഡ് ചെയ്യുന്നത്. അത് നമ്മളെ ടേസ്റ്റിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റാൻ പറ്റും. എന്തായാലും ഫൈനൽ റിസൾട്ട് നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇവിടെ എല്ലാവർക്കും ഈ പാസ്ത ഭയങ്കര ഇഷ്ടമാണ്. പാസ്തയിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് അത് വേവിക്കാനായിട്ട് വെക്കാം. നമ്മൾ അരിയൊക്കെ വേവിച്ച് ഊറ്റണ പോലെ തന്നെ പാസ്ത വേവിച്ചിട്ട് അത് ഊറ്റണം കേട്ടോ. അപ്പോൾ അത് വേവണ നേരം കൊണ്ട് നമുക്ക് അതിൻ്റെ ബാക്കി പരിപാടികളൊക്കെ ചെയ്യാം. അടുപ്പത്ത് വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ഇടുക. ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പം അതിലേക്ക് ഉള്ളി ഇടുക. പിന്നെ ഉള്ളി ഒന്ന് വഴണ്ട് വരുമ്പം അതിലേക്ക് തക്കാളി ഇടുക. തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ കൂടെ ഒരുമിച്ചിടുക കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി ഇടുക. അത് മുളക് പൊടിയൊക്കെ നിങ്ങൾക്ക് എത്രയാണോ എരിവ് വേണ്ടിയത് അതിനനുസരിച്ചിട്ട് ഇട്ടാൽ മതി. ഇവിടെ മക്കൾക്കൊന്നും എരിവ് തീരെ പറ്റില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് ഇടണുള്ളൂ. ഒരു പേരിന് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. പിന്നെ ഈ ഒരു ഐറ്റം അധികം എരിവില്ലാതാണ് ടേസ്റ്റ് എന്നാണ് എൻ്റെ ഒരു ഇത്. പിന്നെ എരിവ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് കുറച്ചും പാടി മുളക് പൊടി വേണമെങ്കിൽ ഇടാം. പിന്നെ ഒരു തുള്ളി വെള്ളം ഒഴിക്കട്ടോ, അധികമൊന്നും ഓവറായിട്ട് ഒഴിക്കണ്ട. ഇതൊന്ന് നല്ലോണം ഒരു കുഴഞ്ഞ പരുവത്തിലാവാൻ വേണ്ടിയിട്ട് ഒരിത്തിരി വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് ഇതൊന്ന് മൂടി വെക്കുക. മൂടി വെച്ചാൽ പെട്ടെന്ന് നമുക്ക് വഴണ്ട് കിട്ടും, അതുകൊണ്ട് അതൊന്ന് മൂടി വെക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ ഇടുന്നത് ടൊമാറ്റോ പേസ്റ്റാണ് കേട്ടോ. ഇതിങ്ങനെ വാങ്ങാൻ കിട്ടുന്നതാണ് ഇവിടെ. ഈ ടൊമാറ്റോ പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചാൽ നല്ലൊരു പുളി ഉണ്ടാവും. കുറച്ച് പുളി ഇങ്ങനെ മുന്നിട്ട് നിൽക്കുമ്പോഴാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഇത് കുറച്ചധികം തന്നെ ഒഴിച്ചു കൊടുക്കുക. അത് ഒഴിച്ചതിൻ്റെ ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും ആക്കിയതിൻ്റെ ശേഷം അതിലേക്ക് ഇത്തിരി സോയാ സോസ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ഇടുന്നത് ട്യൂണ ഫിഷ് ഇങ്ങനെ ടിന്നിലായിട്ട് ഇങ്ങനെ വാങ്ങാൻ കിട്ടും. ഇത് 1 വർഷം വരെയൊക്കെ ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് ഉണ്ടാവും കേട്ടോ. ഇത് നാട്ടിൽ കിട്ടൂല എന്നാണ് തോന്നുന്നത്. ഇവിടെ എല്ലാ ഷോപ്സിലും സൂപ്പർ മാർക്കറ്റ്സിലും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതധികം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഓൾറെഡി വെന്തിട്ടാണ് ഇതിലുണ്ടാവുക. അപ്പോൾ പിന്നെ അധികം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലേക്ക് ഇടുക. ഇത് ഞാൻ 2 ടിൻ ഇട്ടിട്ടുണ്ട് കേട്ടോ.
പിന്നെ ഞാനിതൊന്ന് ഈ പോട്ട് മാറ്റി കൊടുത്തിന് കേട്ടോ. കാരണം എന്താ വെച്ചാൽ എനിക്ക് അത് ചെറുതാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ആദ്യം ആലോചിച്ചില്ല. അപ്പോൾ എനിക്ക് കുറച്ച് വലിയ പാസ്ത ഇട്ട് ഇളക്കണമെങ്കിൽ കുറച്ച് വലുത് വേണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ പാത്രം ഒന്ന് മാറ്റി കൊടുത്ത്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ വേവിച്ച് വെച്ച പാസ്ത ഇട്ട് കൊടുക്കാം. ഞാൻ ആദ്യം കുറച്ചിട്ട് പിന്നെ തികയൂലെന്ന് തോന്നിയതുകൊണ്ട് പിന്നെ ബാക്കിയുള്ളതും പാടും ഇതിലേക്ക് തന്നെ ആഡ് ചെയ്തു കേട്ടോ. ഇനിയിപ്പോൾ ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും മൊത്തത്തിൽ ഒന്ന് മിക്സ് ആവണ വരെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി തോന്നണേ. ഈ നമ്മൾ മസാല ഉണ്ടാക്കിയല്ലോ, ഉള്ളി തക്കാളിയൊക്കെ, അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അതിലേക്ക് ഇടണം കേട്ടോ. അത് ഞാൻ പറഞ്ഞില്ല തോന്നുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് മാത്രം ആവശ്യമുള്ള ഉപ്പ് അതിലേക്ക് ഇടുക. പാസ്ത വേവിക്കുമ്പം അതിനാവശ്യമുള്ള ഉപ്പ് ആ പാസ്തയിലേക്ക് ഇടുക. അപ്പം ഉപ്പ് കണക്കായിട്ട് വരും. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഉപ്പില്ല എന്ന് തോന്നുകയാണെങ്കിൽ ലാസ്റ്റ് ഇട്ട് ഒന്ന് ഇളക്കിയാലും മതി കേട്ടോ. പിന്നെ എല്ലാം ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം മല്ലിച്ചപ്പ് ഇടുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇത്രയേ ഉള്ളൂ, പാസ്ത റെഡിയായി. ഇനിയിപ്പോൾ ഞാനിത് ഇവരെ ലഞ്ച് ബോക്സിലേക്ക് ആക്കുകയാണ്. ഇന്ന് സ്കൂളിൽ നാഷണൽ ഡേൻ്റെ പ്രോഗ്രാം നടക്കണ്ടേ, അപ്പോൾ ഓൾക്ക് ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാൻ വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇത്ര അധികം ഉണ്ടാക്കിയത്. ഇവിടെ ബോയ്സ് സെക്ഷൻ ഗേൾസ് സെക്ഷൻ എന്ന് പറഞ്ഞിട്ട് വേറെ വേറെ ആണ് കേട്ടോ സ്കൂളിൽ. ഒരേ സ്കൂളാണെങ്കിലും ഇങ്ങനെ 2 സെക്ഷനായിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഓൾക്കൊരു ടൈമിനും മോൾക്ക് വേറൊരു ടൈമിനുമാണ്. മോൾക്ക് 10:45 ആകും ഓളെ വണ്ടി വരാൻ വേണ്ടിയിട്ട്. ഇന്ന് ഇവൾക്കാണ് നാഷണൽ ഡേ പ്രോഗ്രാം ഉള്ളത് എന്നുണ്ടെങ്കിൽ മോൾക്ക് വേറെ ദിവസമാണ് കേട്ടോ. ഇലുവിന് ഇന്ന് റെഗുലർ ക്ലാസ് തന്നെയാണ്. അങ്ങനെ ഓല പരിപാടികളൊക്കെ കഴിഞ്ഞ് ഓല് പോയതിൻ്റെ ശേഷം ഞാൻ പിന്നെ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പാത്രങ്ങളൊക്കെ കേകി കഴിയുമ്പോഴത്തേനും ഇലൂന് നീക്കാനുള്ള ടൈം ആവും കേട്ടോ. ഇലു നീക്ക് സ്കൂളിൽ പോണ്ടേ? ഇലൂനെ വിളിച്ചുണർത്തലൊരു ടാസ്ക് തന്നെയാണ് കേട്ടോ. ഓൾക്ക് സാധാരണ ഉണർത്തുന്ന ടൈമിനേക്കാളും ഒരു 15 മിനിറ്റ് മുന്നേ ഓളെ വിളിക്കാൻ തുടങ്ങണം, എന്നാലേ ഓളൊന്ന് സെറ്റായിട്ട് വരുള്ളൂ. ഇന്ന് 2 കൊമ്പാക്കി തരോ? ഇതെടുക്കട്ടെ. ഇത് മതി. ഇതും പിന്നെ ഈ ഫ്ലവർ ഫ്ലവർ സെക്കൻഡ് ഇത് ഇങ്ങനെ കിട്ടി തരോ? കിട്ടണില്ല. ഇങ്ങനെ കിട്ടല്ലേ? ഇന്ന് നമുക്ക് പിങ്ക് ഇട്ടാലോ? പിങ്ക് ടിക്കല്ലേ അമ്മ? അപ്പൊ പിങ്ക് പിങ്ക് വൈറ്റ് ഇതാ സുഖോടാണ്. രണ്ടെണ്ണോ? എന്തൊക്കെ പുതിയ അപ്പോൾ ഇതാ ഇലൂൻ്റെ കുളിയും മാറ്റലും ഒക്കെ കഴിഞ്ഞിട്ട്
അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഓളെ റെഡിയാക്കി കൊടുത്തിണ്. പിന്നെ ഓള് നേരെ വന്നു കണ്ട് ലഞ്ച് ബോക്സാണ് തുറന്നു നോക്കണത്. അതൊന്ന് തുറന്നു നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഓക്കൊരു സമാധാനം ഉണ്ടാവൂല. ഇതിന് രണ്ടിലും കൂടി ഇന്നൊരു കാര്യം പറ്റേ ഇതിന് രണ്ടിനെങ്കിലും നട്സൊക്കെ ഇട്ടുകൂടെയാ ഇനിയിപ്പോൾ അതാ രാത്രി ചെയ്തതിൻ്റെ ബാക്കി ഹോംവർക്കൊക്കെ ചെയ്യാണ്ടാവും ഓക്ക്. ഇത്തിരിയെങ്കിലും രാവിലത്തേക്ക് വേണ്ടി മാറ്റി വെക്കും. ഓള് പോണതിൻ്റെ മുന്നേ ഇങ്ങനെ ചെയ്യലൊക്കെ ഒരു നിർബന്ധമുള്ള കാര്യമാണ്. എത്രയൊക്കെ രാത്രി പറഞ്ഞാലും കേൾക്കൂല. രാവിലത്തേക്കും വേണ്ടിയിട്ട് ഓള് കുറച്ച് മാറ്റി വെക്കും. ചായ എത്ര കൊടുത്താലും ഓള് കുടിക്കൂല. അതാണ് ഞാൻ ചായ കൊണ്ടുപോയപ്പോൾ അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇപ്പം വെള്ളമാണ് കുടിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ഇതാ ഓളെ എഴുത്തും അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഓക്ക് ബ്രേക്ക്ഫാസ്റ്റും കൊടുക്കുകയാണ്. ഇതെല്ലാം ഒരുമിച്ചാണ് നടക്കുന്നത്. പിന്നെ ഇപ്പോൾ ഈ രാവിലെ എഴുതുന്നതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. ഓളെ കാര്യങ്ങളൊക്കെ ഓൾ തന്നെ ഒറ്റയ്ക്ക് ചെയ്തോളൂ. അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. നിന്റെ സ്കൂളിൽ പരിപാടിയല്ലേ ഒരു പാവൊക്കെ ഉണ്ടാക്കണേ പരിപാടിയല്ലേ അമ്മച്ചി സാധനം കണ്ടെത്തി അതെണ്ണക്കം പറഞ്ഞപ്പോ അതൊരു കുട്ടി ഉണ്ടായി. കഴിഞ്ഞോ? അങ്ങനെ അതാ ഓളെ എഴുത്തും ഹോംവർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഷോക്സ് ഇടലും ഷൂ ഇടലും ഒക്കെ നടന്നു കേട്ടോ. ഇനിയിപ്പോൾ ഡ്രൈവർ വന്നെന്ന് പറഞ്ഞപ്പം താഴത്തേക്ക് പോകാനുള്ള പരിപാടിയിലാണ്. നേരത്തെ പോയി താഴെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഡ്രൈവർ താഴത്തെത്തുന്നതിൻ്റെ 2-3 മിനിറ്റ് മുന്നേ കോൾ ചെയ്യും. അപ്പം താഴത്തേക്ക് പോയാൽ മതി. ഓള് പോയി കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞാൻ ഈ ബെഡൊക്കെ ഒന്ന് തട്ടി വിരിച്ച് വൃത്തിയാക്കുക. ഓള് പോണ വരെ എനിക്ക് ഒന്നിനും കഴിയൂല. ഓളെ കൂടെ തന്നെ ആയതുകൊണ്ട് ഇതൊന്നും നടക്കൂല. കുറച്ച് നേരം എഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പിന്നെ മെസ്സേജസ് ഒക്കെ നോക്കും. അങ്ങനെ ഇവിടെ അതൊക്കെ നോക്കിയാണ്ട് ഇവിടെ അങ്ങനെ കുറച്ച് നേരം ഇരിക്കും കേട്ടോ. കുറച്ചേരം റെസ്റ്റ് എടുത്ത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് പിന്നെ കിച്ചണിലേക്ക് ലഞ്ച് ഉണ്ടാക്കാൻ പോവുക. പിന്നെ ലഞ്ചൊന്നും ഞാൻ ഇന്ന് കാണിക്കണില്ല. ഇതൊരു മോർണിംഗ് റൂട്ടീനല്ലേ, അപ്പോൾ ലഞ്ച് ഞാൻ കാണിക്കണില്ല. അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങൾക്ക് പാസ്തൻ്റെ കുട്ടികൾ സ്കൂൾ വിട്ട് വന്നിട്ടുള്ള ഞാൻ ഉണ്ടാക്കിയ പാസ്തൻ്റെ റിവ്യൂ തരാം കേട്ടോ. എല്ലാ കുട്ടികളും പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ട്. പൊടിയായി ഇവൽ കൊണ്ടുപോയതുപോലെ തന്നെ എല്ലാവരും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പലതരം സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിന് കേട്ടോ. അതൊക്കെ അവിടുന്ന് തിന്നാതെ എനിക്കും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കും ഇലൂനും തരാൻ വേണ്ടിയിട്ട്
ഇങ്ങോട്ട് തന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇതൊക്കെ വന്നപ്പോൾ തന്നെ എന്നെ കാണിക്കുന്നതാണ് ഈ കാണുന്നത്. കുട്ടികളിങ്ങനെ ഒന്നും പറയുന്നേ, എടാ എനിക്ക് നല്ല ഇഷ്ടമാണ്, ഇത്തിരി തരടാ, ഇത്തിരി തരാനൊക്കെയാണ്. ഇനിയിപ്പോൾ ഇത് വേറെ ദിവസമാണ്, മോക്ക് പരിപാടിയുള്ള ദിവസത്തെ ഞാൻ ആ ഒരു ചെറിയൊരു ക്ലിപ്പ് ഇതിൽ ആഡ് ചെയ്തതാട്ടോ. ഒരു മെമ്മറി ആയിട്ട് അവിടെ കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പം ഇത് ഓള് പോണ ദിവസമാണ്. അപ്പം ഓള് ഡ്രസ്സും ഇതൊക്കെ മാറ്റിയപ്പോൾ ഞാൻ അന്ന് വ്ളോഗൊന്നും എടുത്തിട്ടില്ല. അപ്പം അന്ന് വെറുതെ വീഡിയോ എടുത്തത് ഞാൻ ഇതിലൊന്ന് ആഡ് ചെയ്യാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി വേറെ വീഡിയോ ആയിട്ട് പിന്നെ ഒരു ദിവസം വരാം.